ശ്യാമ, ഈ ഡോക്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പൊതുവെ ഡോക്ടർമാരോട് ഒന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ആളുകളാണ് ഡോക്ടേഴ്സ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഡോക്ടർമാരെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് പ്രേക്ഷകർ വിചാരിക്കും എന്താ പറയാൻ പോകുന്നതെന്ന്. പക്ഷേ ഇന്ന് നമ്മൾ കേട്ടത് തിരുവനന്തപുരത്ത് 2 ദിവസം മുമ്പ് ഒരു വെടിവെപ്പ് നടന്നു. ഒരു വനിത മറ്റൊരു വനിതയെ വെടിവെക്കുന്നു. നമ്മുടെ ഈ ചെമ്പകശ്ശേരി ലൈനിൽ. അതെ, ചെമ്പകശ്ശേരി ലൈനിൽ. അതിൻ്റെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ദീപ്തി മോൾ ജോസ്. വെറും ദീപ്തി മോൾ ജോസ് അല്ല, ഡോക്ടർ ദീപ്തി മോൾ ജോസ്. കൊല്ലത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അവർ. അവരാണ് ഈ അഭ്യാസം എല്ലാം കാണിച്ചത്. പ്രണയപ്പക. അപ്പോൾ ഡോക്ടർക്ക് പ്രണയപ്പക വന്നാൽ തോക്കെടുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർമാർ, വനിതാ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ എല്ലാവരെയും നല്ലവരെന്നൊന്നും പറയാൻ പറ്റില്ല. കൊല്ലത്തൊരു വനിതാ ഡോക്ടറുണ്ട്. ഡോക്ടറുടെ പരിപാടി, ഡോക്ടർക്ക് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കണം. മദ്യപിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് വണ്ടി ഓടിക്കണം. വണ്ടി ഓടിക്കണം എന്ന് മാത്രമല്ല, നാട്ടിലെല്ലായിടത്തും കൊണ്ട് ഇടിക്കുകയും വേണം. പിന്നെ മൂന്നാമത്തെ ഡോക്ടറുടെ ഇഷ്ടപരിപാടി ആരെങ്കിലും വണ്ടി തടഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ അവരെ തെറി പറയുക എന്നുള്ളതാണ്. അതിന് പോലീസാണെങ്കിലും ഡോക്ടർ തെറി പറയും. അവർക്കെതിരെ എനിക്ക് തോന്നുന്നു ഒരു പുരുഷനേക്കാൾ കൂടുതൽ അവർക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസുണ്ട്. ഇഷ്ടം പോലെ കേസുണ്ട്. അല്ല, ഈ ഡോക്ടർമാരുടെ കഥ പറയുമ്പോഴാണ് എനിക്ക് പണ്ട് എന്ന് വെച്ചാൽ എല്ലാ ഡോക്ടർമാരും മോശമാണെന്നോ അല്ല, അങ്ങനെയല്ല നമ്മൾ ഈ പറയുന്നത്. ഡോക്ടർമാരോട് നമുക്ക് ബഹുമാനമാണ്. എല്ലാ പ്രൊഫഷനിലും ഉള്ളതുപോലെ തന്നെ ഈ പ്രൊഫഷനിലും ചില ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ശ്യാം ബാക്കി കാര്യങ്ങളിലേക്ക് പറയുന്നാൽ, ഡോക്ടർ ഓമന എന്ന് പറയുന്ന ഡോക്ടർ ഓർമ്മയുണ്ടോ? ഡോക്ടർ ഓമന വർഷങ്ങൾക്ക് മുമ്പ് ഓമനയുടെ കാമുകനെ ഈ സർജിക്കൽ ബ്ലേഡ് കൊണ്ട്, അത് പ്രമാദമായ കേസ്. ഇന്നുവരെ ഡോക്ടർ ഓമനെ പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. സുകുമാരക്കുറുപ്പിനെ പോലെയാണ് ഡോക്ടർ മിസ്സിംഗ് ആണ്. അവർ വെട്ടി നുറുക്കി ഒരു ബാഗിനകത്താക്കി അവർ കാറിൽ വെച്ച് കൊണ്ടുപോയി. വളരെ പ്രമാദമായ കേസാണ്. മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മരണപ്പെട്ടു പോയി. അവർ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയില്ല. അപ്പം അങ്ങനെ എല്ലാ പ്രൊഫഷനിലും എന്ന പോലെ ആ പ്രൊഫഷനിലും ചില ആളുകൾ, ക്രിമിനൽ മൈൻഡുള്ള ആളുകളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ബാക്കി ക്രിമിനൽ മൈൻഡുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കുറ്റവാളിയുണ്ട്. അത് അതിൻ്റെതായ സമയത്ത് മാത്രമേ പുറത്തു വരികയുള്ളൂ. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു കുറ്റവാളിയുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ, ഇവർ പ്ലാൻ ചെയ്യല്ലേ. അതായത് ഒരു കുറ്റകൃത്യം ചെയ്യണം, അതാണല്ലോ വ്യത്യാസം. ഇത് കുറ്റകൃത്യമാകുന്ന എപ്പോഴാണ്? അപ്പം അത് നമ്മൾ ചെയ്യണം എന്ന് പ്ലാൻഡ് ആയിട്ട് ഒരാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് അത് കുറ്റകൃത്യമാകുന്നത്, അല്ലേ? ശ്യാം LLB ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഞാൻ കേട്ടതുപോലെ എനിക്ക് തോന്നി, ഈ വക്കീലന്മാരുടെ എല്ലാം പേര് ശ്യാം ആയതുകൊണ്ട് ഇവിടെയും അത് അങ്ങനെ ഒരു ഗൂഢാലോചന. കാരണം അവർ യൂട്യൂബിൽ നോക്കി പഠിക്കുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്ന, ഒരു മുഖം മുഴുവൻ മറയ്ക്കുന്നു, എന്നിട്ടാണ് ഇവരെ വെടിവെക്കുന്നത്. അവർക്ക് തന്നെ അറിയാം ഇത് സാധാരണഗതിയിൽ വെടിവെച്ചാൽ, ആ തോക്ക് കൊണ്ട് വെടിവെച്ചാൽ അത് പിന്നെ മരണം സംഭവിക്കണമെന്നല്ല. പക്ഷേ ഇത്ര മീറ്റർ അകലെ നിന്ന് ഈ തലയിലേക്ക് വെടിവെച്ചാൽ മരിക്കും. അതുവരെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് അത് അങ്ങനെ പെല്ലറ്റ് തുളച്ച് തലയിൽ ചോറിൽ കയറി കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അത് ഈ ദീപ്തി മോൾ ജോസിന് അത് നന്നായി അറിയായിരുന്നു. ഞാൻ ഈ LLB ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞ് ഇനി നാട്ടുകാർ. അപ്പോൾ പിന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഇഷ്ടം പോലെ പഠനം നടത്തിയിട്ടുണ്ട്. ഒരു ക്രൈം ചെയ്യാൻ വേണ്ടി ദീപ്തി നന്നായി പഠിച്ചിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് വളരെ ദീർഘകാലത്തെ പിന്നെ പഠനത്തിന് ശേഷമാണ് അവരിത് നടത്തിയിരിക്കുന്നത്. ഈ വഞ്ചിയൂര് SHO പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 6 മാസമായി ഇതിൽ തന്നെ ആയിരുന്നു, ഇത് തന്നെയായിരുന്നു പഠനം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. മാത്രമല്ല പോലീസ് അവരുടെ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ എടുക്കും. പോലീസ് ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ അവർ ഈ വഞ്ചിയൂർ ടവറിൻ്റെ പരിധിയിൽ കഴിഞ്ഞ ഒരു 6 മാസം 10 തവണയെങ്കിലും വന്നിട്ടുണ്ട്. അവരുടെ ലൊക്കേഷൻ ഇവിടെ 10 തവണയെങ്കിലും വന്നിട്ടുണ്ട്. അവർ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത്. പിന്നെ ഇത് പോലീസിന്റെ വലിയ ഗുണമെന്നൊന്നും പറയാൻ പറ്റൂല. ഇപ്പൊ എല്ലാ കേസും തെളിയിക്കുന്നത് CCTV ആണ്. CCTV ശരിക്കും ഒരു DGP ആയി മാറിയിട്ടുണ്ട്. ഏത് കേസ് പിടിച്ചാലും പോലീസിന് ഇപ്പൊ വലിയ പണിയൊന്നും എടുക്കണ്ട. ഈ CCTV കൊടുക്കുക, CCTVയിലെ വിഷയം. ഈ ആളുകൾ, ഈ മണ്ടന്മാർ ഇവിടെ CCTV ഉണ്ടെന്ന് അറിയാതെ തന്നെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ, ഒരു യുവാവും കൂടെ ഒരു സ്വർണ്ണക്കടയിലോ മറ്റോ ചെന്ന് കയറിയിട്ട് കുരുമുളക് സ്പ്രേ അടിച്ചിട്ട് സ്വർണ്ണം. അപ്പൊ അവർക്ക് അന്ന് എന്തോ കാശിന് അത്യാവശ്യം വന്നു, കുറച്ച് കാശിന് കടം തീർക്കാൻ മറ്റോ മാർഗമില്ല. അങ്ങനെ കൂട്ടുകാരാണ്. ക്രൈം ചെയ്യുന്ന എല്ലാവർക്കും അത് പിടിക്കപ്പെടുമെന്നുള്ള ബോധ്യമുണ്ട്. പിടിക്കാതിരിക്കാൻ എന്ത് വേണം എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്.
ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് അത് പിടിക്കപ്പെട്ടാൽ എന്തൊക്കെ സംഭവിക്കും? മോഷ്ടാക്കൾക്കുള്ള ക്ലാസ്സായി മാറരുത്. അല്ല, ഞാൻ പലപ്പോഴും പലരെയും ഈ കുറ്റകൃത്യം ചെയ്യുന്ന, ഞാൻ ഈ 10-12 വർഷത്തിൽ കൂടുതൽ ഈ ക്രൈമാണ് വാർത്ത ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാലവും ഞാനത് ചെയ്തുകൊണ്ട് പല കുറ്റവാളികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവരിൽ ഈ പറയുന്ന പിടിക്കപ്പെട്ടവരെല്ലാം മണ്ടന്മാരാണ്. ഭൂരിഭാഗം കുറ്റവാളികളും പിടിക്കപ്പെട്ടവരെല്ലാം, അവരെ നമ്മൾ വലിയ കുറ്റവാളി എന്ന് പറയുന്നെങ്കിലും അവരെല്ലാം മണ്ടന്മാരാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർ കാണിക്കുന്ന മണ്ടത്തരമാണ് പിടിക്കപ്പെടുന്നത്. പിന്നെ 100 കുറ്റകൃത്യം നടക്കുമ്പോൾ അതിൽ 70 എണ്ണേ തെളിയത്തുള്ളൂ. 30 എണ്ണം ഇവിടെ തെളിയത്തില്ല. 30 എണ്ണം തെളിയത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ദീപ്തിയിലേക്ക് വരാം. ആ സംഭവം നമ്മൾ പറഞ്ഞില്ല. എന്താണ് സംഭവം? ദീപ്തി ഷിനി എന്ന് പറയുന്ന നാഷണൽ ഹെൽത്ത് മിഷനിലെ ഒരു ഉദ്യോഗസ്ഥയെ ഇവിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ വഞ്ചിയൂർ ചെമ്പകശ്ശേരി ലൈനിലെത്തി വെടിവെച്ചു. അതും ക്ലോസ് റേഞ്ചിൽ വെടിവെച്ചു. അടുത്ത് നിന്നുള്ള വെടിയാണ്. അപ്പോൾ ഇത് വെടിവെച്ചു, അതവരുടെ കയ്യിൽ തറച്ചു, ചോര വാർന്ന് ഒഴുകി. അത് കണ്ട് അവർ മടങ്ങിപ്പോയി എന്നതാണ് കേസ്. പിന്നീട് പോലീസ് ഈ CCTV തപ്പിപ്പോയി. പോലീസ് CCTV തപ്പിപ്പോയപ്പോൾ ഒരു വാഹനം കണ്ടെത്തി. പക്ഷെ ആ വാഹനത്തിന്റെ നമ്പർ വ്യാജമായിട്ടാണ്. അപ്പോൾ ഈ വാഹനം ആരുടേതാണ് എന്നുള്ളത് പോലീസ് പിന്നെ വ്യാപകമായി CCTV എടുത്തു തുടങ്ങി. ഇവിടെ പോലീസ് ഒരു ടീമിനെ പ്രഖ്യാപിച്ചു ഇക്കാര്യത്തിൽ. നമ്മുടെ കാന്റോൺമെന്റ് ACPയും പിന്നെ വഞ്ചിയൂർ SHO, അങ്ങനെ ഒരു വലിയൊരു ഏരിയയിൽ ഈ പറയുന്ന 2 ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് പോലീസ് ഇതിൻ്റെ അന്വേഷണം വ്യാപകമായി നടത്തി. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ചാക്ക കഴക്കൂട്ടം വഴിയാണ് ഈ വണ്ടി പോയിരിക്കുന്നത്. അതങ്ങ് കൊല്ലം വരെയുള്ള CCTVയും കിട്ടി. ഇവരിവിടെ വെടിവെച്ചിട്ട് ഇവരവിടെ പോയി, ഇവർ കൊല്ലത്തെ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയി അവിടെ ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തു. അവർ ഡ്യൂട്ടിയിലുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അവിടെ പോയി ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തു. അപ്പോൾ പോലീസ് CCTV എടുത്ത് തപ്പി അന്വേഷിച്ച്, പോലീസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് ആദ്യം അത് പ്രതി മുങ്ങുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, പ്രതി അടുത്ത കടമ്പയിലേക്ക് കടക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രതിയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പോലീസ് പുറത്തുവിടില്ല. ചില പ്രതികളുണ്ട് പിടിക്കപ്പെടുമെന്ന് അയച്ചാൽ കയറി ആത്മഹത്യകളെ. അത് ഈ സ്ത്രീകൾ കുറ്റവാളികളായി വരുന്ന സംഭവങ്ങളിൽ അത്തരത്തിലൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസ് ഒരു കാരണവശാലും പുറത്തുവിടത്തില്ല. പോലീസ് വേറൊരു ആംഗിളിലേക്ക് ഇതിനെ കൊണ്ടുപോയി. ഇവരിലേക്ക് വരാത്ത രീതിയിൽ, ഇവരെ അന്വേഷിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇതിങ്ങനെ കൊണ്ടുപോയിട്ടാണ് പോലീസ് ആ മെഡിക്കൽ കോളേജിൽ ചെന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അവരവിടെ ഡ്യൂട്ടിയിലുള്ള സമയത്ത് അവിടെ ചെന്ന് പോലീസ് കാര്യം പറഞ്ഞ് വന്നേ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇവർക്കിത് വരാനുള്ള കാരണം, ഈ ഷിനിയുടെ ഭർത്താവ് സുജിത്ത്, അദ്ദേഹം ഇവരുടെ ഹോസ്പിറ്റലിലെ, ഇവർ മുമ്പ് വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ PRO ആയിരുന്നു. ഈ PRO എന്നുള്ള ബന്ധത്തിൽ ഇവർക്ക് ഇടയിൽ വളർന്ന സുജിത്ത്. അപ്പോൾ ഈ സുജിത്ത് അവിടെ നിന്ന് പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം അത് വളർന്നപ്പോൾ അത് ഈ സ്ത്രീക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത രീതിയിലൊരു ബന്ധമായിട്ട് ഈ ദീപ്തിക്ക് മാറി. ഒരു ഏറ്റവും വലിയ പകയെന്ന് പറയുന്നത് ഈ പ്രണയപ്പകയാണ്. പ്രണയപ്പക ഭയങ്കര പെട്ടെന്നുള്ള എന്താ പറയുക, ഈ സാധനം അത് പിന്നെ എന്താ പറയുക, വേറൊരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. അതായത് അപ്പം ബുദ്ധിയൊന്നും വർക്കാവത്തില്ല. പിന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇത്തരക്കാർക്ക് വരാറുണ്ട്. അപ്പോൾ ചിന്താശേഷി നഷ്ടപ്പെട്ടു. പിന്നെ എങ്ങനെയെങ്കിലും വൈകാരികമായി പ്രതികരിക്കാൻ നോക്കും. അപ്പോൾ ഈ വൈകാരികമായ പ്രതികരണമാണ് ഇപ്പോൾ ഇവിടെ ഈ വൈകാരികതയ്ക്ക് ഒപ്പം ഒരു പ്ലാൻ നടത്തുകയും ചെയ്തു. അതൊരു മണ്ടൻ പ്ലാനായിരുന്നു, ബുദ്ധിയില്ലാത്ത പ്ലാനാണ്. ഒരു കാരണവശാലും അത് ചേട്ടൻ പറഞ്ഞതുപോലെ അവിടെ അന്വേഷിച്ച് പോവുക, ടവർ ലൊക്കേഷനിൽ നിരന്തരം വരിക. ടവർ ലൊക്കേഷനിൽ നിരന്തരം ഒരു ക്രൈം ചെയ്യാൻ പോകുന്നത് ക്രൈമാണ്, കുറ്റകൃത്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിന്തിക്കേണ്ട എന്താ, നിരന്തരം ടവർ ലൊക്കേഷനിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അത് കണ്ടുപിടിക്കും. പോലീസ് കണ്ടുപിടിക്കും. നമ്മളെ പോലീസിന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ടവർ ലൊക്കേഷൻ അവരെടുക്കും. ടവർ ലൊക്കേഷൻ എടുക്കുമ്പോൾ ടവർ ലൊക്കേഷനിൽ എത്ര പ്രാവശ്യം നമ്മൾ ഒരു ടവറിൽ വന്നിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാവും. അപ്പോൾ തന്നെ പോലീസ് 50% ഉറപ്പിക്കും നമ്മളാണെന്ന്. പിന്നെ നിസ്സാരമാണ് കാര്യം. പിന്നെ അവർക്ക് നിസ്സാരമായിട്ട് ഇപ്പോൾ എല്ലാ മീഡിയാസും പറയുന്നുണ്ട് പോലീസിന്റെ അതിബുദ്ധി എന്നുള്ളത്. ഇതൊന്നുമില്ല, അത് CCTV ആണ്. ആ CCTVയും പിന്നെ ടവർ ലൊക്കേഷനും എടുത്തപ്പോൾ വിഷയം കയ്യിൽ നിന്ന് പോയതാണ്.
അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ബന്ധം ഇങ്ങനെ വളർന്നു വന്നത് ഈ ഷിനി തടഞ്ഞു. ഷിനി തടഞ്ഞിട്ട് ഷിനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് അവിടുന്ന് ജോലി രാജിവെപ്പിച്ചു. ഭാര്യയാണ് ഇടപെടും. ഈ ദീപ്തി മോൾ ജോസ് വിവാഹിതയാണല്ലോ അല്ലേ? അതെ അതെ, അവരുടെ ഭർത്താവും ഡോക്ടറാണ്. അവരുടെ ഭർത്താവും ഡോക്ടറാണ്. അപ്പോൾ ഈ ഷിനി എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥ ചെയ്തൊരു കാര്യം ഭർത്താവിനെ കൊണ്ട് അവിടുത്തെ ജോലിക്ക് രാജിവെപ്പിച്ച് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത് മാലിദ്വീപിലാണ്. മാലിദ്വീപിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അവരിടപെടുമല്ലോ, ഭാര്യയാണല്ലോ. ഭാര്യയുടെ ഉത്തരവാദിത്വം എന്തായാലും കാണിക്കും. മറ്റൊരാളുമായിട്ടൊരു ബന്ധം വരുന്നു എന്ന് ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ പിന്നെ ഒന്നുകിൽ അവർ ഡിവോഴ്സ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അവർ പിണങ്ങി വീട്ടിൽ പോകും. ഇത് ബുദ്ധിയുള്ള ഭാര്യയാണ്. ഈ ഭാര്യയ്ക്ക് ബുദ്ധിയുണ്ട്, ആ വെടികൊണ്ട സ്ത്രീക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ അവരവരുടെ ഭർത്താവിനെ ഇവിടെ നിന്ന് അതുകൊണ്ട് അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ കൈകൊണ്ട് തടഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോകുമായിരുന്നു. പിന്നെ ഈ ഓൺലൈനകത്ത് ഈ സാധനം സിമ്പിളായിട്ട് കിട്ടും. ഇപ്പം ഇത് എയർ ഗൺ ഇഷ്ടം പോലെ കിട്ടും. ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വരെ ഈ സാധനം ഇപ്പം കിട്ടുന്നുണ്ട്. ഇത് അടുത്ത കുറച്ചു കാലം മുമ്പ് ഒരാൾ ഇത് വെച്ചിട്ട് ഒരു കോഴിയെ വെടിവെച്ചതാ. കോഴിയെ വെടിവെച്ചിട്ട് അടുത്ത് നിന്ന് വേറൊരാൾക്ക് കൊണ്ടിട്ട് അയാൾ മരണപ്പെട്ടു പോയി. വീട്ടിലെ കോഴിയെ കൊല്ലാൻ വേണ്ടി ഇദ്ദേഹം എയർ ഗൺ എടുത്ത് വെച്ച് അടിച്ചു കൊടുത്തു. അത് പെല്ലറ്റ് എന്ന് വേറൊരാളുടെ ദേഹത്ത് കൊണ്ട് അയാൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഈ സാധനം വളരെ ഡേഞ്ചറാണ്. നമ്മുടെ ഈ എയർ ഗൺ എന്നൊക്കെ ഒരു കളിപ്പാട്ടം പോലെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സാധനമായിരിക്കും. പക്ഷെ അത് അങ്ങനല്ല. ഇത് നമുക്ക് മാലദ്വീപിലേക്ക് പോയപ്പോൾ മാലദ്വീപിലേക്ക് വിട്ടു. അപ്പോൾ ഇവർക്ക് വിളിക്കാതായതോടുകൂടിയാണ് ഈ പക വന്നു തുടങ്ങി. അപ്പോൾ ഈ തൻ്റെ പ്രണയത്തിന് തടസ്സം നിൽക്കുന്നത് ഷിനിയാണ്. ഷിനിയെ ഒഴിവാക്കാതെ ഇനി തനിക്ക് ഇദ്ദേഹത്തെ കിട്ടില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് 6 മാസം മുമ്പ് ഈ പ്രശ്നം ഉടലെടുത്തത്. എന്നിട്ട് 6 മാസമായിട്ട് ഇവർ ഇതിനെക്കുറിച്ച് പഠിച്ചു. എറണാകുളത്ത് നിന്ന് വ്യാജ നമ്പർ ഉണ്ടാക്കി. പിന്നെ ഇത് ഓൺലൈനിൽ നിന്ന് എയർ ഗൺ വാങ്ങിയ ഡെലിവറി ബോയിയെ പോലീസ് കണ്ടുപിടിച്ചു. ഡെലിവറി ബോയിയെ പോലീസ് കണ്ടുപിടിച്ച് പോലീസ് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അപ്പോൾ ഈ പിന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മരണമാണ് ഭാഗ്യം കൊണ്ട് ഒഴിവായത്. ഒരു മരണം സംഭവിച്ചിരുന്നെങ്കിലോ എത്രത്തോളം ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു സ്ത്രീ, ഒന്നും അറിയാത്തൊരു സ്ത്രീ, അവരുടെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് അവരുടെ ഭർത്താവിനെ ഇവിടുന്ന് പാക്ക് ചെയ്തു. അവർ ബുദ്ധിപരമായിട്ട് തന്നെ അതിനെ ഇടപെട്ടു. ഒരു കുടുംബം തകരാൻ ആരും ശ്രമിക്കത്തില്ലല്ലോ. ഒരു കുടുംബം തകർക്കാൻ ഒരാൾ നിൽക്കുമ്പോൾ മറു സൈഡിൽ ഒരാൾ കുടുംബം തകർക്കാൻ നിൽക്കുമ്പോൾ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ആ സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്. അവർ മാന്യമായി അവരൊരിക്കലും ഇവരെ വിളിച്ചില്ല. അവരൊരിക്കലും ഇവരെ വിളിച്ച് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ഒഴിവാകണമെന്നോ ഒന്നും സംസാരിച്ചില്ല. അവരിത് വളരെ ഐഡിയപരമായിട്ട് സൈലന്റ് ആയിട്ട് തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് പോയി. പക്ഷേ ഇപ്പുറത്ത് വലിയ പകയുണ്ടായി. അവിടുത്തെ ഏറ്റവും വലിയ രസം, തന്നിൽ നിന്ന് അകന്നു പോകുന്ന പിന്നെ സുജിത്തിനെ അല്ല ദീപ്തി ലക്ഷ്യം വെച്ചത്. പക പ്രണയപ്പകയാണ്. പ്രണയപ്പക ഉണ്ടാകുമ്പോൾ തന്റെ സ്നേഹം നിരസിക്കുന്ന സുജിത്തിനോടാണ് ശരിക്കും പക തോന്നുന്നത്. പക്ഷേ സുജിത്തിനോട് സ്നേഹമാണ്. സുജിത്തിനെ കിട്ടാത്തതിൽ പക ഇടയിൽ നിൽക്കുന്ന ഷിനിയാണ് ശല്യം. ഷിനിയാണ് തീർക്കാൻ ഉദ്ദേശിച്ചത്. ഏതായാലും പിടിക്കപ്പെട്ടു. ഇനി ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് പിന്നെ കടുത്ത ശിക്ഷ കിട്ടും. ഒന്ന്, ഒരാൾ വീട്ടിൽ കയറിയുള്ള അക്രമം കോടതി ഒരിക്കലും സഹിക്കത്തില്ല. അതായത് ഒരു മനുഷ്യൻ, കോടതി വിലയിരുത്തുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ഏറ്റവും അവൻ സുരക്ഷിതനായിരിക്കുന്നത് അവൻ്റെ വീട്ടിലെന്നാണ്. വീട്ടിൽ കയറി ഒരു അക്രമം നടത്തി കഴിഞ്ഞാൽ കോടതി അതിനെ കാര്യമായിട്ട് എടുക്കും, ശിക്ഷ കിട്ടും. ഇതിപ്പോൾ ആവശ്യമില്ലാതെ വർഷങ്ങളോളം ഇനി പോയി കിടക്കേണ്ടി വരും. അല്ല, അവര് ഇത് നമുക്ക് പറഞ്ഞ അവസാനം അവരൊരു നമ്മൾ സമൂഹം ഏറ്റവും ആദരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അതെ, ആതുര സേവനം. ആ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് അവർ ഇത്തരം ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് പോയത്. അവർക്ക് വേറെ എന്തൊക്കെയോ മാർഗങ്ങളുണ്ടായിരുന്നു. ഒരു പ്രണയിക്കേണ്ടെന്നൊന്നും നമുക്ക് പറയാൻ അവകാശമൊന്നുമില്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അത് അവരുടെ കാര്യം, അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിലൊന്നും നമുക്ക് ഇടപെടാനോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവര് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അവർ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനും അപ്പുറം ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. ജീവൻ രക്ഷിക്കേണ്ടവരാണ്. അതൊക്കെ അവർ, അതായത് ഇത്രയേ ഉള്ളൂ ക്ഷമ. അതായത് പ്രണയിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഒന്നും നോക്കത്തില്ല. അതൊന്നും ഈ പറയുന്ന പ്രണയത്തിന് മുമ്പിൽ അതൊന്നും മനസ്സിലാകത്തുമില്ല. പിന്നെ ഈ പക ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പകയാണ് ഇത്. ഒരു വേണമെങ്കിൽ ഒരാളുടെ ഒരു പിന്നെ കുറെ പൈസ കടം മേടിച്ച് മുങ്ങിയാൽ പോലും, അല്ലെങ്കിൽ ഒരാളെ
കായികപരമായി ആക്രമിച്ചാൽ പോലും ഇത്രയും പക വരത്തില്ല. പക്ഷെ പ്രണയത്തിന്റെ പകയെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പകയാണ്. അത് പിന്നെ വലിയ വലിയ ഇതുപോലെ ഒന്നുകിൽ ഇവർ ആത്മഹത്യയും അല്ലെങ്കിൽ മറ്റേയാളെ കൊല്ലും. ഇതിപ്പോൾ രണ്ടും സംഭവിച്ചില്ല. നടുക്കിരിക്കുന്ന ഭാര്യയെ ഷിനിയെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഏതായാലും അവരുടെ ഉള്ളിൽ ഒരു കുറ്റവാളിയുണ്ട്. ആ കുറ്റവാളിയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പ്രണയിക്കുന്നവർ സൂക്ഷിക്കുക എന്നേ നമുക്ക് പറയാനുള്ളൂ. അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.